Hey guys, welcome to 2024 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണത്. ശരിക്കും പറഞ്ഞ സത്യമായിട്ട് എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വൈ 2023 വാസ് ദ വേർസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ് എന്നായിരുന്നു എൻ്റെ ടൈറ്റിൽ കൊടുക്കേണ്ടിയിരുന്നത്. അതായത് കൂടുതൽ ക്ലിക്ക് ബേറ്റ് ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ആണ്. പക്ഷേ അത് ഞാനിങ്ങനെ കൊടുക്കാത്തതിന് ഒരു കാരണമുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയാമോ? ആദ്യം നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഒരു 18 വയസ്സുള്ള കോണാവായൻ കാർത്തിക് സൂര്യ 2011 ഈസ് ദ വേഴ്സ്റ്റ് ഇയർ എന്നിട്ട് ഒരു കുരിശും ഒരു ഹൃദയമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് വരച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇരിക്കുന്ന കാർത്തിക്കിനെ കണ്ടോ? ആ ഇരിക്കുന്ന കാർത്തിക് 2011 ന്യൂ ഇയറിന് ബോർഡും പിടിച്ചോണ്ടിരിക്കണം. അത് 2011 കഴിഞ്ഞ് 2012 കടക്കുന്ന ന്യൂ ഇയറിന് ഹോസ്റ്റലിൽ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് റൂമിൽ കിടന്ന് നിലവിളിച്ചിട്ട് എടുത്ത ഫോട്ടോയാണ് ഇത്. നിങ്ങളിൽ കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും ഗൈസ്, ഞാൻ നേരെ എൻ്റെ 12th കഴിഞ്ഞ് ഡൽഹിയിലാണ് BBA പഠിക്കാൻ പോയത്. BBA ഇൻ കമ്പ്യൂട്ടർ ആൻഡ് മാനേജ്മെന്റ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഫ്രഷ് ഒരു കാർത്തിക്കായിരുന്നു. കാരണം നാട്ടില് സ്കൂളിന്റെ ഹെഡ് ബോയ്, ടീച്ചർമാരുടെ കണ്ണുണ്ണി, അക്കാഡമിക്സിൽ കുറച്ച് മോശമാണെങ്കിലും എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ. ഇരുന്ന ഞാൻ നേരെ ഡൽഹിയിൽ ചെന്നപ്പോൾ ഞാൻ വേറൊരു ലോകത്തേക്കാണ് എത്തിപ്പെട്ടത്. അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, അറിഞ്ഞുകൂടാത്ത ഭാഷ, ആര് നോക്കിയാലും നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാവരും നമ്മളെ കളിയാക്കുന്നു. ഒരു ഡിഫറെന്റ് ഫേസിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത് ഗൈസ്. 2011 എന്നെ ഒരുപാടിട്ട് അടിച്ച് ചതച്ച് കുഴച്ച് ഞാനും അച്ഛനും ഡൽഹിയിൽ അഡ്മിഷൻ എടുക്കാൻ ചെന്ന് എൻ്റെ ആദ്യത്തെ സെമസ്റ്ററിന്റെ എക്സാം കഴിയണത് വരയ്ക്കും ഞാൻ അന്ന് അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല ഗൈസ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ നിന്ന് കൊമേഴ്സ് സൈഡിലോട്ട് പോയ ഒരാളാണ്, അതായത് BBAയിലോട്ട് പോയ ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ ഇക്കണോമിക്സ്, അക്കൗണ്ടിങ്, ബിസിനസ് മാത്തമാറ്റിക്സ് അങ്ങനെയുള്ള ഒരു സാധനത്തെ കുറിച്ച് ഒരു ബേസും ഇല്ല ഗൈസ്. അപ്പോ ക്ലാസ്സിൽ ഞാൻ ചെന്നിരുന്നോണ്ടിരുന്നപ്പോ ക്ലാസ് തുടങ്ങുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും ആരെങ്കിലും ഒരാൾ പോണ വഴിക്ക് ജി മാം യേ ക്യാ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ക്ലാസ് ഹിന്ദിയിലാണ് കേസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ പിടിച്ചിട്ട് ഒരു ഹിന്ദിക്കാരൻ കേരളത്തിൽ വന്നിട്ട് കംപ്ലീറ്റ് ക്ലാസ് മലയാളത്തിൽ ഇരുന്ന് കേട്ടുള്ള അവസ്ഥയാണ് എൻ്റെത്. അപ്പോഴൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, മാം ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, കുഡ് യു പ്ലീസ് ടീച്ച് മീ. അപ്പോൾ മാം പറയും, വി ഹാവ് ലോട്ട് ഓഫ് ടൈം കാർത്തിക്, വി വിൽ ടീച്ച് യു എന്നും പറഞ്ഞ് നീക്കി എക്സാം അടുക്കണവരെ എത്തിക്കഴിഞ്ഞു. എക്സാം അടുക്കണവരെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇനി കുറച്ച് നാൾ കൂടെ ഉള്ള എക്സാമിന്. അപ്പൊ അന്നൊരു ദിവസം ഞാനും എൻ്റെ സീനിയേഴ്സും ആയിട്ട് ബാൽക്കണിയിൽ ഇരുന്ന സമയത്ത് നീ പഠിക്കുന്നുണ്ടാന്നൊക്കെ അവർ ചോദിച്ചു. ആർ യു സ്റ്റഡിങ്? ഞാൻ പറഞ്ഞു നോ, ടീച്ചേഴ്സ് വെർ ടെല്ലിങ് ദാറ്റ് വി സ്റ്റിൽ ഗോട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഒരു ഹിന്ദിയിൽ പള്ളു വിളിച്ചിട്ട് പറഞ്ഞ്, എടാ സമയമൊന്നുമില്ല, നീ ഞങ്ങളെ കണക്ക് ബാക്ക് പേപ്പർ മേടിച്ച് ഇവിടെ ഇരിക്കാൻ പോവാണെന്ന്. ഗൈസ് ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി, തകർന്നു പോയി. അടുത്ത ദിവസം തന്നെ ഞാൻ ക്ലാസ്സിൽ ചെന്ന് എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടിട്ട് പറഞ്ഞു, മാം ഇതൊന്ന് പഠിപ്പിച്ചിട്ട്. മാം പറഞ്ഞ് നമുക്ക് എക്സാമിന് ഒരാഴ്ച മുന്നേ ഇരിക്കുന്ന സമയത്ത് നമുക്കിരുന്ന് ക്രാഷ് കോഴ്സ് എടുക്കാം. ശരി. അപ്പോൾ ഞാൻ ശരി വിശ്വസിച്ചു. ക്രാഷ് കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരാഴ്ച മുന്നേ ഞാൻ ചെന്നപ്പോഴത്തേക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ എക്കണോമിക്സിന്റെ ടീച്ചറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കാർത്തിക് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, ഇതില് ഞങ്ങൾക്ക് ഇനി എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാർത്തിക് മാക്സിമം സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിച്ചോളൂ, സെറ്റ് ആയിക്കോളും, ഞങ്ങൾക്ക് ടൈം ഇല്ലാന്ന്. ഗൈസ് ഐ ഫെൽറ്റ് ബിട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമില്ല. കാരണം അങ്ങനത്തെ ടീച്ചേഴ്സിനെ അല്ല ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. നല്ല അടിപൊളി നമ്മുടെ നാട്ടിലെ മലയാളി ചങ്ക് പറിച്ചു തരുന്ന ടീച്ചേഴ്സിനെ കണ്ടിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ മലയാളി ആയതുകൊണ്ട് എൻ്റെ അടുത്ത് മാത്രമായിരിക്കും ചങ്ക് പറിച്ചു തരാത്ത, ബാക്കി പിള്ളേർക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അവർക്ക് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഞാൻ മൊത്തത്തിൽ ഡെസ്പായിപ്പോയി, ഡൗൺ ആയിപ്പോയി. ഞാൻ അന്ന് ഹോസ്റ്റലിൽ ചെന്നിരുന്നിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും, പാസ്സാവോ ജയിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഒരാഴ്ച കംപ്ലീറ്റ് ലൈബ്രറി ചെന്ന് കിടന്ന് അവിടെ നിന്ന് ബുക്സ് എടുത്തുകൊണ്ടുവന്ന് രാത്രി ഇരുന്ന് വായിച്ച് എൻ്റെ തലയിലാണെങ്കിൽ കണക്കൊന്നും കയറണ പോലും ഇല്ല. കണക്കിൽ ഞാൻ ഒരു ഭൂലോക തോൽവിയാണ് ഗൈസ്. അപ്പോഴും ഇപ്പോഴും ഇത് പാസ്സാവേണ്ട എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കഴിവിൽ പരമാവധി ശ്രമിച്ച് ഗൈസ്. എന്നിട്ട് ന്യൂ ഇയർ ആയപ്പോൾ എനിക്ക് 4 ദിവസം അവധിയുള്ളൂ, വീട്ടിൽ പോകാൻ പറ്റില്ല. എല്ലാവരുടെ കണക്കും അവരെല്ലാം വീട്ടിൽ പോയപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഞാൻ എന്താണ് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കൂട്ടുകാരൻ രാജ്കുമാർ എന്ന് പറഞ്ഞു എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചു ഉറങ്ങിപ്പോയ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ ഓർമ്മകളാണ് ഗൈസ്. അപ്പോ ആ വർഷം, ആ 2021 എന്റെ ലൈഫിനോടുള്ള പെർസെപ്ഷനെ മാറിപ്പോയി. ആൾക്കാരെ ഞാൻ കണ്ടിരുന്ന രീതി മാറിപ്പോയി. എനിക്കറിയില്ല, എന്റെ ലോകം എടുത്ത് തലകുത്തി വെച്ച കണക്കായിപ്പോയി. പക്ഷേ അതിന്റെ റിസൾട്ട് വന്നപ്പോ ഉണ്ടല്ലോ ഗൈസ്,
ഞാനത് കാണിച്ചു തരാം. ഇത് എന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്ക് ഷീറ്റ് ആണ്. ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി 7 സബ്ജക്ട് ഉണ്ടായിരുന്നു ഗൈസ്. അതിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിനകത്ത് എനിക്ക് 59 മാർക്ക്. ബൈ ദ ബൈ പാസ് മാർക്ക് 50 ആണ്. എന്നിട്ടുണ്ടല്ലോ ഗൈസ്, എനിക്ക് 25 മാർക്കിൽ ഈ പറഞ്ഞ ടീച്ചേഴ്സ് എല്ലാം ഇന്റർണൽസിൽ നോക്കിക്കേ 14, 14, 15, 13 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ 13 മാർക്കേ ഉള്ളു ഗൈസ്. ബാക്കി അത്രയും ഞാൻ എഴുതിയെടുക്കണം. എന്നിട്ട് നോക്കണേ ഗൈസ്, 59, 57, 55, 51, 68, 74, 90 ഉണ്ടല്ലോ. അതെനിക്ക് അറിയാവുന്ന സബ്ജക്ട്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആണ് നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് പോയല്ലേ. മാനേജീരിയൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ പണ്ടേ ഞാൻ പുലിയായിരുന്നു ഗൈസ്. കണ്ടോ 53 ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ അത് ചില്ലറ കോഴ്സ് 90 വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഈ 3 സബ്ജക്ട് നിങ്ങൾ നോക്കണം. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഈ 3 സബ്ജക്റ്റിന് എനിക്ക് ഏറ്റവും കുറച്ച് ഇന്റർണൽസ്. എന്റെ കൂടെ ഉള്ളവർക്കെല്ലാം നല്ല ഇന്റർണൽസ് ആയിരുന്നു ഗൈസ് കൊടുത്തിട്ട്. ഞാൻ കള്ളം പറയല്ല, 20, 21, 22 കൊടുത്തിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഞാനും ഇടുന്നതെന്ന്. അപ്പൊ എനിക്ക് നല്ല ദണ്ണമുണ്ട്. അപ്പോ കണ്ട, ഈ 51 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസ്സാണ്, ജസ്റ്റ് പാസ്. പക്ഷെ ഈ റിസൾട്ട് വന്നപ്പോൾ എന്റെ ക്ലാസ്സിൽ മെജോറിറ്റി സ്റ്റുഡൻസിന് ഒരൊറ്റ പേപ്പറിലെങ്കിലും ബാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഒരൊറ്റ പേപ്പറിന് ബാക്ക് ഇല്ല. എന്റെ കംപ്ലീറ്റ് BBAക്ക് എനിക്ക് ഒരൊറ്റ പേപ്പറിൽ ബാക്ക് ഇല്ല. ഞാൻ ഒരു ടീച്ചർ അടുത്ത് പിന്നെ ഒരു സഹായം ചോദിച്ചില്ല. ഞാൻ എന്റെ എൻറ്റയർ BBA ക്യാമ്പ് ഒറ്റയ്ക്കാണ് ഗൈസ് പഠിച്ചത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് നിന്ന് പലതും നേടാൻ പറ്റുമെന്ന് എന്നെ ആ വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 2011 അന്ന് എനിക്കതൊരു വേസ്റ്റ് ഇയർ ആയിട്ട് തോന്നിയെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്നെ ആസ് എ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്തെടുത്തൊരു വർഷമാണത്. അതുപോലെയാണ് 2023 എന്റെ ലൈഫ് ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു ടു ദ ബിറ്റർ എൻഡ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ അതൊരു വേസ്റ്റ് ഇയർ ആയിട്ട് എടുക്കാതെ ഞാൻ ആ വർഷം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒരു 9 കാര്യങ്ങൾ ഞാൻ എടുത്തിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അതാണ് ഈ വീഡിയോയുടെ ടൈറ്റിൽ, 9 things 2023 taught me. 1. The only constant in life is ചേഞ്ച്. ഇതെനിക്കറിയാം ഗൈസ്, കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പക്ഷെ ഇത് ഭയങ്കര ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലൈഫിലെയും ചേഞ്ചസിലെയും കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു ഗ്രീക്ക് ഫിലോസഫർ വെച്ച് കൊടുക്കുന്ന ഹിക്ലിക്ലി അവരെന്താണ് പേര്, പുള്ളിക്കാരന്റെ കോട്ടാണിത്. ഇത് സത്യമായിട്ട് ഭയങ്കര അർത്ഥവത്തായ ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നമുക്ക് ഒരേ ഇടത്ത് 2 പ്രാവശ്യം കാലുകുത്താൻ പറ്റില്ല. അതായത് ഒരേ വെള്ളം ഒരൊറ്റ പ്രാവശ്യമേ നമുക്ക് കാലുകുത്താൻ പറ്റൂ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എനിക്ക് പ്രാന്താണ്. പക്ഷെ അല്ല ഗൈസ്, സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഓക്കെ, അലൻ അല്ലെങ്കിൽ ഒരു പാർവതി അല്ലെങ്കിൽ അമീൻ, അങ്ങനെ ഇപ്പം നിങ്ങളുടെ ലൈഫ് എടുത്തു നോക്കുക. ഒരു 10 കൊല്ലം മുന്നേ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നോളജും കാര്യങ്ങളുമാണോ ഇപ്പോൾ ഉള്ളത്? 10 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന ഒരാളാണോ നിങ്ങൾ? ഇപ്പൊ ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന കാർത്തിക് ആണോ ഇപ്പോൾ ഉള്ള കാർത്തിക്? അല്ല ഗൈസ്, നമ്മൾ പോകുന്ന വഴി ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. 2 ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, നമുക്ക് ചേഞ്ച് വന്നു, ഇത് പിന്നെ കൊണ്ട് പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ സ്റ്റക്കായി നിൽക്കാം. അല്ലെങ്കിൽ ചേഞ്ചിനെ എംബ്രേസ് ചെയ്ത് നമുക്ക് ചേഞ്ചിന്റെ കൂടെ പോവാം. ഇതിൽ ഏതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് എൻറ്റയർലി അപ് ടു അസ്. കാരണം ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. ലൈഫിൽ ഒരൊറ്റ കോൺസ്റ്റന്റേ ഉള്ളൂ, അത് ചേഞ്ച് ആണ്. നല്ലൊരു ഫിലോസഫിക്കൽ കോട്ടാണ് ഗൈസ്. അതാണ് ഞാൻ 2023 പഠിച്ച ആദ്യത്തെ പാഠം. നമ്പർ 2, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഹൗ വി റിയാക്ട് ടു ദ സ്റ്റഫ് ഹാപ്പനിങ് ടു അസ്. അത് കുറച്ച് നീണ്ടുപോയല്ലേ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് കുറെ ഇവന്റുകളാൽ നിറഞ്ഞ ഒരു സംഭവമാണ് ഗൈസ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കും. ചിലത് പോസിറ്റീവ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും, പോസിറ്റീവ് വരുമ്പോൾ നമ്മൾ ഹൈ ആവും. നെഗറ്റീവ് വരുമ്പോൾ ഡൗൺ ആവുന്നത് നമ്മുടെ ചോയ്സ് ആണ്. അല്ലെങ്കിൽ പോസിറ്റീവ് വരുമ്പോൾ ഒരുപാട് ഹൈ ആവുന്നത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. നമ്മൾ ഇൻവോളണ്ടറിലി നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യമാണ്. ബട്ട് അതിനെങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് എൻറ്റയർ കാര്യം ഇരിക്കുന്നത്. ഇഗ്നോർ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക, റിപ്ലൈ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ റിപ്ലൈ കൊടുക്കുക. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ നമ്മൾ സാഡ് ആയിരിക്കുമോ എന്നുള്ളത് ഇറ്റ്സ് എൻറ്റയർലി അപ് ടു അസ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പോയിന്റ് 3, ഇത് ഞാൻ കുറെ കാലമായിട്ട് എനിക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ വർഷം എനിക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ്ലി മനസ്സിലായി. യു കനോട്ട് മേക്ക് എവ്രി വൺ ലൈക്ക് യു.
ടെലിവിഷനിൽ ലൈക്കബിൾ ഫേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ ഈ ഫേസ് ലൈക്കബിലിറ്റി സ്കെയിലിൽ വളരെ താഴെ ഒരു ഇത്രയാണ് സ്കെയിലെങ്കിൽ ഞാൻ ഏകദേശം ഇവിടെയാണ് കേസ്. എൻ്റെ ഒരു ലൈക്കബിൾ ഫേസ് ആയിരുന്നു. ഞാൻ ആദ്യം വ്ളോഗ് തുടങ്ങിയപ്പോൾ തന്നെ പണ്ടങ്ങാണ്ട് ഒരുത്തം ഉണ്ടായിരുന്നു, എപ്പോൾ വീഡിയോ ഇട്ടാലും വന്നിട്ട് എൻ്റെ ഫേസും ഒരു സാധനമായിട്ട് അവൻ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയെന്ന് തോന്നുന്നു, കുറച്ചാലായിട്ട് കണ്ടില്ല. ബട്ട് നമ്മളെ ഫോഴ്സ് ചെയ്ത് ആർക്കും ലൈക്ക് ചെയ്യിക്കാൻ പറ്റില്ല കേസ്. ഇപ്പൊ നമ്മളൊരാൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കും, നമ്മളെ കുറിച്ച് ABCD അറിയില്ലായിരിക്കും. ഒരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവന്റെ മുഖം കണ്ടാലേ അറിയാം അവ അങ്ങനത്തെ ഒരുത്തനാണ് എന്ന് പറയുന്നവരാണ് കൂടുതലും. അപ്പോൾ നിങ്ങളിപ്പോ സ്കൂളിലാണ്, കോളേജിലാണ്, നിങ്ങൾ നോക്കുകയാണ്, ചേട്ടാ എന്തടാ എൻ്റെ അടുത്ത് ഇത്ര കലിപ്പവേ, ഞാൻ എന്ത് ചെയ്ത് എന്ന് പറയുന്നത് ചിലർക്ക് അങ്ങനെ കാരണമൊന്നും വേണ്ട കേസ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, എല്ലാവരെയും നമ്മളെ ഇഷ്ടപ്പെടുത്തണം എന്നുള്ള നിർബന്ധം പാടില്ല. എല്ലാവർക്കും നമ്മൾ ഒരു കാലത്ത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധവും ഇല്ല. ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടേണ്ട, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് എൻജോയ് ലൈഫ്. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് ഈ നെഗറ്റിവിറ്റി ആലോചിച്ചിരുന്ന് കളയരുത്. 4, ഒരു പഴയ മലയാളം പഴഞ്ചൊല്ല് ഞാനിപ്പോൾ കടമെടുക്കുകയാണ് ഗൈസ്. മഞ്ഞപ്പിത്തം പിടിച്ചവൻ എന്ത് കണ്ടാലും മഞ്ഞയായിട്ട് തോന്നുള്ളൂ. ഇത് സത്യമാണോന്ന് പോലും അറിയില്ല, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലാണ്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്തായ ഒരു കാര്യമാണ് ഗൈസ്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ലൈഫ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. നമുക്ക് എവിടെ നോക്കിയാലും കൂട്ടുകാരോട് കറങ്ങി നടക്കണം, അത് ഇത് മറ്റത് മറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിബിലിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഭയങ്കര ഹൈ ആയിരിക്കും. എന്നാൽ നമ്മൾ വളരും തോറും, നമ്മൾ റിയൽ വേൾഡിലേക്ക് കാലെടുത്ത് വെക്കും തോറും നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ലോകത്തുള്ള റിയാലിറ്റി നമ്മളെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങും ഓരോന്നായിട്ട്. അത് പൊളിറ്റിക്സ് ആവട്ടെ, റിലീജിയൻ ആവട്ടെ, എത്തിനിസിറ്റി ആവട്ടെ, റേസിസം ആവട്ടെ, ഇല്ലെങ്കിൽ എനിക്കറിയില്ല ഗൈസ്, ഒരു ലോഡ് സാധനം നമ്മുടെ തലയിൽ ഒരു ചാക്ക് ഇഷ്ടിക വീഴുന്ന പോലെ ആയിരിക്കും നമ്മൾ വളരും തോറും നമ്മുടെ തലയിലേക്ക് വന്ന് വീഴുന്നത്. ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും തോറും ഓരോ ആൾക്കാരും അവരുടെ വേൾഡ് വ്യൂ മാറി അവരെല്ലാം ഒരു കണ്ണട വെക്കാൻ തുടങ്ങും. എനിക്കറിയാം, ഇറ്റ് സൗണ്ട്സ് സില്ലി ബട്ട് ഇറ്റ്സ് ട്രൂ. എല്ലാവരും ഓരോ ലെൻസിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത്. അത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിൽ നിന്ന് അവർ പഠിച്ചെടുത്ത കാര്യങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങളും കാരണമാണ് ഈ കണ്ണട വെക്കുന്നത്. ഈ കണ്ണട വെക്കുമ്പോൾ നമുക്ക് ലോകത്തെ ലോകമായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ വെക്കുന്നതിൽ, ആ ഷെയ്ഡിന്റെ കളറിലേ നമുക്ക് ആ വേൾഡിനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കണ്ണട ഊരി കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ കണ്ണട ഊരാൻ പലർക്കും ഭയങ്കര പേടിയാണ്. കാരണം ഈ കണ്ണട ഊരി കഴിഞ്ഞാൽ വരുന്ന ലൈറ്റിൽ ചിലപ്പോൾ നമ്മളെ കണ്ണടിച്ചു പോയാലോ. സംതിങ് ടു തിങ്ക് അബൌട്ട്. ബട്ട് അതാണ് എൻ്റെ 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ്, നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഫ്രീ. ഈ ലോകത്ത് ഒന്നും ഫ്രീ ആയിട്ടില്ല. ഒരു ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. എന്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണത്, അഫെക്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട്, എല്ലാത്തിനും ഒരു വിലയുണ്ട്. അത് ചിലപ്പോൾ ഇമോഷൻ എന്നുള്ള രീതിയിലാവാം, ചിലപ്പോൾ സപ്പോർട്ട് എന്ന രീതിയിലാവാം, ചിലപ്പോൾ മോണിറ്ററി രീതിയിലാവാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു വിലയുണ്ട്. ആ വില ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ കൊടുത്താലേ പറ്റൂ. നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഫ്രീ. 6, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോണിൽ കളിച്ച്, ആക്ച്വലി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ കളിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എക്സോർബിറ്റന്റ് എമൗണ്ട്. എൻ്റെ ഒരു ഡെയിലി ഫോണിന്റെ സ്ക്രീൻ ടൈം ഓൾമോസ്റ്റ് 13 hours ഒക്കെയാണ് ആവറേജ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ വീട്ടിൽ ചെന്നാലും ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ മെസ്സേജ് ഇരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ കളിച്ച് ഇതും കഴിച്ചിട്ട് വീട്ടുകാർ പറയുന്ന കേൾക്കത്തോലുമില്ല. ഇത് പാടില്ല ഗൈസ്. ഇതിപ്പോൾ വീട്ടുകാരുടെ കൂടെ മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആരുടെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിലും ആ ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അവർക്ക് നമ്മുടെ അറ്റൻഷൻ കൊടുക്കുക. നമ്മുടെ അറ്റൻഷനാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഏത് ഏജിലുള്ള ആളാണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നില്ലേ, അതുപോലെ കേസ് ഇത് ഇപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ, അപ്പൊ കമന്റിൽ വന്ന് നിങ്ങളത് പറയുക, ഞാൻ അത് വായിക്കും. അപ്പൊ കണ്ടോ, ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും. ഞാനിത് ഒത്തിരി നാളൊന്നുമല്ല, ഞാൻ ഇത് റിയലൈസ് ചെയ്തത് ലേറ്റ് ലാസ്റ്റ് ഇയറിലാണ്. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ലൈഫിൽ നിന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് നമ്മുടെ സമയം. ഇരുട്ട വെളുക്ക് അവരുടെ കൂടെ ഇരിക്കണമെന്നും ഞാൻ പറയുന്നില്ല. ഇരിക്കുന്ന ഒരു അരമണിക്കൂർ അവരുമായിട്ട് നല്ലതായിട്ട് സംസാരിക്കുക. വീട്ടിൽ എന്തൊക്കെ ഉണ്ട് വിശേഷം,
നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുക. ഒരു കുഞ്ഞു ജീവിതമാണ് കേസ്, ഒരു കുഞ്ഞു ജീവിതമാണ്. എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഉള്ള സമയം മാക്സിമം ഹാപ്പി ആയിട്ട് അവർ വെക്കുക. അതാണ് എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. പോയിന്റ് നമ്പർ 7, ഓൾവേസ് ഫിനിഷ് ദ സെന്റൻസ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആരുടെടുത്തെങ്കിലും സംസാരിച്ച് വന്നിട്ട് എടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ്. ആ സെന്റൻസ് ഫിനിഷ് ചെയ്യുക. ആ സെന്റൻസിനകത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ ആയാലും നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട് ഒളിഞ്ഞു കിടക്കുകയാണ്. ചിലപ്പോൾ മറ്റേ ആൾ ഇത് എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളത് ഫിനിഷ് ചെയ്യാത്ത. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ ആൾ ഇതിന് എങ്ങനെ റിയാക്ട് ചെയ്യും, അവർക്ക് ഹെർട്ടാവും, എന്ത് കാരണം ആയിക്കോട്ടെ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ ആ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സപ്രസ് ചെയ്യുകയാണ്. ഈ ഇമോഷൻസ് എല്ലാം കെട്ടിക്കിടന്ന് ഒരു ദിവസം ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ആ ദിവസം എത്തുമ്പോൾ ഒരു കാര്യം കയ്യിൽ നിൽക്കില്ല. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓൾവേസ് ഫിനിഷ് ദ സെന്റൻസ്. പറഞ്ഞു തുടങ്ങിയ അത് തീർക്കുക. വിഴുങ്ങണത് നിർത്തൂ. ഞാൻ നിർത്തി, അതുപോലെ നിങ്ങൾ നിർത്തൂ. പോയിന്റ് നമ്പർ 8, ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മുടെ ലൈഫ് ഒരു നീണ്ട ജേണിയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് വരും, ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. നമ്മൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയരുത്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വിശ്വാസം എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കാണിക്കുന്ന ആ വിശ്വാസം നമ്മളെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ പുറകെ തിരിഞ്ഞു വന്ന് കടിക്കും. അതുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അത് എപ്പോഴും മനസ്സിൽ വേണം. അത് ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചൊരു കാര്യമാണ്. നിങ്ങൾ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ലൈഫിൽ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മലേഷ്യയിൽ മുരുകങ്കോവിലിൽ പോയി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മുരുകങ്കോവിലിൽ പോയിട്ട് തിരിച്ച് ധ്യാന സാബുണിനോട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഒരു സാബുണിൻ്റെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അത് കുരങ്ങനും എടുത്ത് അത് ഉരുണ്ടുപോയി. വേറൊരു കുരങ്ങൻ അത് കുനിഞ്ഞെടുത്ത്, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ കുനിഞ്ഞെടുത്ത കുരങ്ങന്റെ അവസ്ഥയാവും. ഞാൻ ആ കുരങ്ങനായിരുന്നു. എനിക്ക് ആ ആപ്പിള് കുനിഞ്ഞെടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ പൊന്നടാവേ. അപ്പോ ആപ്പിൾ എടുക്കുന്ന കുരങ്ങനാവരുത് നിങ്ങൾ. അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ 9ാമത്തെ പോയിന്റ്. യു ആർ ദ ഓൺലി വൺ ഹൂ കെയർസ് അബൌട്ട് യുവർ ഡ്രീം. ഇത് നിങ്ങൾ സ്വർണ്ണ ലിപികളിൽ എഴുതിയിട്ടോ ഗൈസ്. നിങ്ങൾ ഒരുപാട് ഡ്രീം കാണുന്ന ഒരാളായിരിക്കും. ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് വേണ്ടി ആ ഡ്രീം നടത്തിത്തരും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടനാണ്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇരുട്ട വെളുക്ക നമ്മൾ ആ ഡ്രീമിന് വേണ്ടി പ്രയത്നിക്കണം. എന്നാലേ ഒരു ഇഞ്ചെങ്കിലും നമ്മൾ അനങ്ങുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഇറ്റ്സ് അവർ കൺസേൺ ഗൈസ്. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നിങ്ങൾക്ക് IAS ഓഫീസർ ആവണമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് IAS ഓഫീസർ ആവണമെന്നുള്ളത് നിങ്ങളുടെ നീഡാണ്, നിങ്ങളുടെ ഡ്രീമാണ്. നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ അതിന് സപ്പോർട്ട് കാണുമായിരിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ വന്നൊന്നും ചെയ്തു തരില്ല. പഠിച്ചെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഏത് ഫീൽഡിലും. ഡ്രീം നിങ്ങളുടെയാണ്, വർക്ക് നിങ്ങൾ തന്നെ ചെയ്യണം. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണില്ല. ഇഫ് യു ഹാവ് എ ഡ്രീം, ചേസ് ഇറ്റ്, നെവർ ബാക്ക് ഡൗൺ ആൻഡ് ഡെയർ ടു ഡ്രീം. അതാണ് ഗൈസ് 9 തിങ്ങുകൾ എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചത് ഈ 2023. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ഇയർ. ചിലപ്പോൾ 2047 ഞാൻ ഇരിക്കുമ്പോൾ ആ വർഷം ഇതിനേക്കാളും വലിയ ദുരന്തമായിട്ടുള്ള വർഷമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2030 ആയിരിക്കും, ചിലപ്പോൾ 40 ആയിരിക്കും, 70, 2100 ആയിരിക്കും. അപ്പം ഞാൻ ജീവിച്ചോണ്ടിരിക്കൂല. ബട്ട് യാ ഗൈസ്, നെഗറ്റിവിറ്റിയിൽ ഇൻഡൽജ് ആവാതെ തിങ്ക് പോസിറ്റീവ്, ബി പോസിറ്റീവ്, ലുക്ക് പോസിറ്റീവ്. ഈ വർഷം 2023 ആസ് എ പേഴ്സൺ ഞാൻ ഒരുപാട് പഠിച്ച വർഷമാണ്, ഒരുപാട് ഡൗൺ ആയ വർഷമാണ്. സോ യാ, അത്രയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാലയൊക്കെ ഇട്ടേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലവ് യു, ഡെയർ ടു ഡ്രീം ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.